അതെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാല് വേണം. 1/2 കപ്പ് പാലാണ് എടുത്തത്. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. അമ്മ എപ്പോഴും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാൽ മതി. ഓക്കേ. കേക്ക് ഉണ്ടാക്കാൻ എനിക്കും ഇഷ്ടമാണ്, അതുപോലെ കഴിക്കാൻ ഇവർക്കും ഇഷ്ടമാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ എപ്പം കേക്ക് ഉണ്ടാക്കിയാലും ഇവരത് തീർത്ത് തരും. അതുകൊണ്ട് എനിക്ക് ബാക്കിയാവുന്ന പ്രശ്നം ഉണ്ടാവാറേ ഇല്ല. ഒരു കപ്പ്. എത്ര കപ്പാണ്? മൈദ ഒരു കപ്പ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കപ്പ്. ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം? കുറച്ച് കൂടില്ലേ? ഒന്നിങ്ങനെ അടിക്കോ? അങ്ങനെയല്ല. ഡ്രസ്സ് തേച്ചോ. ഡ്രസ്സിലൊക്കെ ആക്കണം കേട്ടോ. സുന്ദരിയെ ഒരു കപ്പ് നമ്മൾ കറക്റ്റായിട്ട് അളവിൽ എടുക്കുക. ഫാനും ഇട്ട് ഇതും ഇട്ടാതെ അടിപൊളിയാവും. പിന്നെ നമ്മളെ മുഖത്തേക്ക് മൈദ എടുത്ത് കൈ ചെരിച്ച് പിടിക്കണേ. എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് അരിപ്പ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ആമിക്ക് എന്തിനാ കാണിച്ചു തരുന്നതെന്ന് അറിയാമ്മ? പഠിക്കാൻ. എന്നിട്ട് ആമിക്കുട്ടി വേണം. ഓക്കെ, അപ്പൊ നല്ല കുട്ടിയായിട്ട് നിന്നാല് കേക്കൊക്കെ കിട്ടും. പിന്നെ നമ്മള് കൊക്കോ പൗഡർ കാരണമാണ് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കുന്നത്. കൊക്കോ 3 ടേബിൾ സ്പൂണാണ്. കൊക്കോ പൗഡറാണ് ഇതിൻ്റെ മെയിൻ. ചോക്ലേറ്റിൻ്റെ ഫേവറേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൊക്കോ കഴിച്ചിട്ടുണ്ടോ നീ? എവിടെ നിന്ന് കഴിച്ചേ? ഇളക്കി കൊടുക്കും. എനിക്കൊരു ഹെൽപ്പറുണ്ട്, ആമിക്കുട്ടി. അതുപോലെ വേറൊരു ഹെൽപ്പറുണ്ട്, അൻഷുമോൻ. ഇവര് 2 ആളുമാണ് നല്ല ഹെൽപ്പർ. ഇതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഇനി എന്ത് വേണം? കൊക്കോ പൗഡർ കൂടാതെ ബേക്കിംഗ് സോഡ. നല്ല സ്മെല്ലുണ്ട് അല്ലേ? ഇത് കൊക്കോൻ്റെ. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് ബേക്കിംഗ് സോഡ വേണം. ഒരു നുള്ളു മതി, അധികം വേണ്ടത്. ഇത് അത്ര നല്ലതല്ല. നമുക്ക് വേണ്ടത് ഉപ്പ്. എടുക്കുന്നുണ്ടോ മോൻ? ഒരു നുള്ളു ഉപ്പ്. മധുരമൊക്കെ കൂടുതലുണ്ടെങ്കിൽ എല്ലാം പാകമാണ്. ഇതൊന്നും വേണ്ടായിരുന്നു. ഉപ്പ് വേണ്ട, മധുരം വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നന്നായിട്ട് വിസ്ക് ഇട്ടിട്ട് മിക്സ് ആക്കുക അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുക? ഇങ്ങനെ നന്നായിട്ട് വിസ്ക് ഇട്ടിട്ട് ഇളക്കുമ്പോൾ എയർ സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും. അല്ലാമേ? സ്ട്രോബെറി കേക്കാണോ ഉണ്ടാക്കിയ? ചോക്ലേറ്റ് ആണോ ഉണ്ടാക്കിയ? ആര്? ഓ, സബ്സ്ക്രൈബേഴ്സിനോടാ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് കേക്കാണ് ഉണ്ടാക്കിയത്? ഞങ്ങൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ആമിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ഓ, അൻഷൂനായിരുന്നു ഇഷ്ടമല്ലാത്തത്. ഓ, ഞാനൊരു പണി ചെയ്യുന്ന സമയത്ത് ആരോടും മിണ്ടില്ല, സംസാരിക്കില്ല. മിണ്ടാതെ ഉരിയാടാതെ വേണം ചെയ്യാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് നമ്മുടെ ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് മൈദ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തൂവി കൊടുത്തു കേട്ടോ. എൻ്റെ അടുത്ത് പേപ്പറില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ
ചെറിയ കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കും. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതാ ഇവിടെ എൻ്റെ കൂടെ തന്നെ 2 ആൾ നിന്നിട്ട് എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കേക്ക് എത്രത്തോളം ഇഷ്ടമാണ്, എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഏത് കുട്ടികൾക്കും ഇതേപോലെ ഈ ടൈപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരൊക്കെ എൻ്റെ ഫാനായി മാറാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളോടും പറയുന്നത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചു. ഗുഡ് നൈറ്റ്. 2 മുട്ടയാണ് എടുത്തത്. ആ 2 മുട്ട നമ്മൾ ഇതിലേക്ക് ഇട്ട് നമ്മൾ അടിച്ചെടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ 2 മുട്ട എടുത്തിട്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തു. അങ്ങനെ അടിച്ചെടുത്തതിലേക്ക് പിന്നെ വാനില എസൻസ് ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ആക്കിയെടുത്തു കേട്ടോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആമിക്കാണെങ്കിലും അൻഷുനാണെങ്കിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാര നമ്മളിപ്പം അടിച്ചു വെച്ചിട്ടുള്ള ആ മുട്ടയിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കിപ്പിച്ചു. അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചായിട്ടാണ് ഞങ്ങൾ ആഡാക്കിയത്. അയ്യോ താഴെ പോവല്ലേ. ഇല്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആഡാക്കുന്നത് 1 കപ്പ് ഓയിലാണ്. അതും ഇതിലേക്ക് ആഡാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള ആ മൈദപ്പൊടിയും കൊക്കോ പൗഡറിൻ്റെ ഒക്കെ മിക്സ് ഇല്ലേ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കേക്ക് കൊളാവും. അല്ലറരുത്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ല എങ്ങനെയാ കേക്ക് ഉണ്ടാക്കണമെന്ന്. അതെ, ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? അതെ, ആരുടെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക. അതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്കും ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ ഞാമീന്റെ ബർത്ത്ഡേ അല്ലേ വരുന്നത് 23-ന്. അതല്ല വേണം, മെലന്റെ ഒക്കെ പ്രായം കഴിഞ്ഞിലാണ്. പിന്നെ നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ പാലും കോഫി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അത് കേക്ക് ട്രേയിലേക്ക് ഇട്ടു. പിന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്. ഇതുപോലെ ഒന്ന് മേശയിൽ തട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അത് ഓവനിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ മെമ്മറി ആണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില വീഡിയോസൊക്കെ മിസ്സായി. രാവിലെ 6 മണിക്ക് എണീറ്റ് 7 മണിയാകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകേണ്ട പിള്ളേരാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പടക്കോല് വെച്ചിട്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം സംഭവം റെഡിയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ റെഡിയായി. ഇനി നമുക്ക് നാളെ സ്കൂളിലേക്ക് കേക്ക് കൊണ്ടുപോവാം. സമയം എത്രയെന്നറിയോ? ഇതാ 11 മണി കഴിഞ്ഞു. എന്നിട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ചൂടാറിയ ശേഷം കേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് രാവിലെ വരെ കൊണ്ട് മുറിപ്പിക്കുകയും ചെയ്തു. മുറിക്കാൻ അറിയാത്ത 2 പേര് വന്നിട്ട് എൻ്റെ കേക്ക് വെട്ടി മുറിച്ച് ശരിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.